പല രാജ്യങ്ങളും ഈ ജൂൺ മാസത്തെ പ്രൈഡ് മന്ത് ആയിട്ടുള്ള രീതിയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പ്രൈഡ് മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LGBTQ+ എന്ന് പറയുന്ന ആ കൂട്ടരെ അക്സെപ്റ്റ് ചെയ്യുക, ഇക്വാളിറ്റി ഉണ്ടെന്നുള്ള രീതിയിൽ പറയുക, പിന്നെ അങ്ങനെയുള്ള ഒരു സമൂഹം നേരിടുന്ന ഇഷ്യൂസിനെ പറ്റി അവയർനെസ് ഒക്കെയും റേസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചോദ്യം, എങ്ങനെയാണ് ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ നമ്മൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്? മാത്രമല്ല, ബൈബിൾ എന്താണ് ഹോമോസെക്ഷുവാലിറ്റി, സ്വർഗരീതിയെക്കുറിച്ച് എന്താണ് പറയുന്നത്? പിന്നെ അതിനോടൊപ്പം സ്വർഗരീതി ബന്ധത്തിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ച് ബൈബിളിന് എന്തെങ്കിലും പ്രത്യാശയുടെ സന്ദേശം കൊടുക്കാനുണ്ടോ? അതൊക്കെയാണ് ഈ സന്ദേശത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹലോ, ഐ എം ജോർജി മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റർ ടു എറ്റേണിറ്റി. അപ്പോൾ LGBTQ+, ഇപ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് LGBTQIA+, അതൊരു ഷോർട്ട് ഫോമാണ്. അതിനെ എക്സ്പാൻഡ് ചെയ്താൽ ഓരോ അക്ഷരവും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്വീർ, ഇൻ്റർസെക്സ്, അസെക്ഷൽ, പിന്നെ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതെല്ലാം ലൈംഗിക ബന്ധത്തിലൊക്കെ ഉള്ളവരുടെ ആ മൈനോറിറ്റി ഗ്രൂപ്പുകൾ, അതാണ് ഈ ഒരു ആക്രോണിം. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പേ സയൻസ് എന്താണ് ഈ ഒരു കാര്യത്തെപ്പറ്റി പറയുന്നതെന്നും കൂടെ തൊട്ട് നോക്കണം. 1934 JD അൺവിൻ എന്ന് പറഞ്ഞാൽ ഒരു ഓക്സ്ഫോർഡ് ആന്ത്രോപോളജിസ്റ്റ് ഒരു പുസ്തകം എഴുതിയിരുന്നു. ഒരു റിസർച്ചിന് ശേഷമാണ് ആ പുസ്തകം എഴുതിയത്. സെക്സ് ആൻഡ് കൾച്ചർ എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. അദ്ദേഹം അതിനകത്ത് എഴുതിയിരിക്കുന്നതനുസരിച്ച് 5000-ൽ പരം വർഷങ്ങളുടെ മാനവജാതിയുടെ ചരിത്രം എടുത്തുകൊണ്ട് അതിനകത്തെ 86 സിവിലൈസേഷൻസിൽ അവരെല്ലാവരും 100% സെക്ഷുവൽ ഫ്രീഡം, ലൈംഗികപരമായിട്ടുള്ള ആ ഫ്രീഡം എന്ന് പറയുന്ന ഒരു കാര്യത്തെ അവരുടെ സമൂഹങ്ങളിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ സിവിലൈസേഷൻസ് എല്ലാം തന്നെ നശിച്ചുപോയി. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്നും ഈ ലോകത്തിൽ പാപം സംബന്ധിച്ചുള്ള സ്വഭാവങ്ങളെ ലീഗലൈസ് ചെയ്യുമ്പോൾ, കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, എന്താണ് ഹോമോസെക്ഷുവാലിറ്റി, സ്വർഗരീതിയെക്കുറിച്ച് ദൈവത്തിൻ്റെ നിലപാട്? മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയപ്പോൾ ഹി മെയ്ഡ് ദം ആഡം ആൻഡ് ഈവ് ആൻഡ് നോട്ട് ആഡം ആൻഡ് സ്റ്റീവ്. ആദാമിനെയും ഔവ എന്ന രീതിയിലാണ് ദൈവം ഉണ്ടാക്കിയത്, അല്ലാതെ ആഡത്തെയും സ്റ്റീവിനെയും അങ്ങനെയല്ല ഉണ്ടാക്കിയത്. അതായത് പുരുഷനെയും സ്ത്രീയെയും അങ്ങനെയാണ് ദൈവം ഉണ്ടാക്കിയത്. എന്നിട്ട് ദൈവം തൻ്റെ സൃഷ്ടിപ്പിനെ നോക്കിയിട്ട് പറഞ്ഞു, ദൈവം ഉണ്ടാക്കിയതെല്ലാം നല്ലത് എന്ന് ദൈവം കണ്ടു. എന്നിട്ട് ദൈവം കൊടുത്ത ആദ്യത്തെ കൽപ്പന അനുസരിച്ച് ദൈവം പറഞ്ഞത്, നിങ്ങൾ സന്താന ഫലഭൂയിഷ്ടമായിട്ടുള്ള രീതിയിൽ പെരുകി ഈ ഭൂമിയെ നിറയ്ക്കണം. അപ്പോൾ ആ ദൈവിക പദ്ധതിയെ നിറയ്ക്കുവാനുള്ള ധാർമ്മികപരമായും ലീഗലായിട്ടുള്ള ഏക വഴി ഒരു പുരുഷനും സ്ത്രീയും ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, ദൈവസന്നിധിയിൽ ഒരു വിവാഹ ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് ആ ഒരു ദൈവിക പദ്ധതി നിറവേറുന്നത്. മാത്രവുമല്ല, സെക്സ് എന്ന് പറയുന്നത്, ലൈംഗികത എന്ന് പറയുന്നത് തന്നെ ഒരു പുരുഷനും സ്ത്രീയും ഒരു വിവാഹ ഉടമ്പടിയിൽ ദൈവസന്നിധിയിൽ എടുക്കുന്ന ആ വിവാഹ ഉടമ്പടിയുടെ ബന്ധത്തിൽ ആസ്വദിക്കാനായിട്ടുള്ളൊരു കാര്യമാണ് സെക്സ് അല്ലെങ്കിൽ ലൈംഗികത. കാരണം ദൈവത്തിനറിയാം, സെക്സ് ഈസ് പവർഫുൾ ആൻഡ് സെക്സ് ഈസ് ഡേഞ്ചറസ്. ലൈംഗികതയ്ക്ക് വലിയ ശക്തിയുമുണ്ട്, അതിനെ നശിപ്പിക്കുവാനായിട്ടുമുള്ള കഴിവുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് മടങ്ങി വന്നാൽ, ഹോമോസെക്ഷൽസ് അല്ലെങ്കിൽ സ്വർഗരതി ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് അതാത് ആ ജെൻഡറിൽ തന്നെ ഉള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതായത് പുരുഷൻ, സ്ത്രീ തമ്മിൽ. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ആ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുട്ടികൾ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ദൈവം വെച്ച പദ്ധതിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മാറിപ്പോകുന്ന ഒരു കാര്യമാണ് ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സ്വർഗരീതി. ഇനിയിപ്പോൾ ബൈബിൾ എന്താണ് സ്വർഗരീതിയെപ്പറ്റി പറയുന്നത്? ബൈബിളിൽ പഴയ ഉടമ്പടിയിലും പുതിയ ഉടമ്പടിയിലും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, സ്വർഗരീതി പാപമാണ്. നിങ്ങൾ ഈ താഴെ കാണുന്ന വാക്യങ്ങളിലെല്ലാം അത് വ്യക്തമാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പഴയ ഉടമ്പടി എന്താണോ പറഞ്ഞത് അതിനെ ഊന്നിപ്പറയുകയാണ് പുതിയ ഉടമ്പടി. പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, സ്വർഗരതിയുടെ പാപത്തിൽ മുങ്ങിക്കിടക്കുന്നവർക്ക്, ആ പാപം നിമിത്തം വലിയ ദുരിതം അനുഭവിക്കുന്നവർക്ക് പ്രത്യാശയും യഥാസ്ഥാപനവും കൊണ്ടുവരുന്നതാണ് പുതിയ ഉടമ്പടിയുടെ സന്ദേശം. അതേ ഒരു പ്രത്യാശയാണ് ക്രിസ്തുവിലുള്ള രക്ഷയെ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്നത്. അതാണ് യോഹന്നാൻ 1:12, 3:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഗോഡ് ലവ്സ് ദ സിന്നർ ബട്ട് ഹെയ്റ്റ്സ് ദ സിൻ. ദൈവം പാപിയെ സ്നേഹിക്കുന്നു, പക്ഷേ അവരുടെ പാപത്തെ ദൈവം വെറുക്കുന്നു. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഹോളിനെസ്, ദൈവത്തിൻ്റെ ആ വിശുദ്ധിക്ക് കൊടുക്കുന്ന ആ സ്റ്റാൻഡേർഡ്സ് യേശു വന്നതും കൊണ്ട് മാറിയിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. അതാണ് മലക്കായി 3:6, എബ്രായർ 13:8 ഒക്കെ പറയുന്നത്. പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് തന്നെ ദൈവം മാനവജാതിയുമായിട്ട് ഇടപെടുന്നതിൻ്റെ തുടർമാനമായിട്ടുള്ള വെളിപ്പാടാണ്. ദൈവത്തിന് പഴയ ഉടമ്പടിയിൽ വിഗ്രഹാരാധനയെ വെറുപ്പായിരുന്നു, അതുപോലെ തന്നെ പുതിയ ഉടമ്പടിയിലും ദൈവം വിഗ്രഹാരാധനയെ വെറുക്കുന്നു. എന്താണോ പഴയ ഉടമ്പടിയിൽ അധാർമികമായിരുന്നത് അത് പുതിയ ഉടമ്പടിയിലും അധാർമികമായി തന്നെ നിലനിൽക്കുന്നു.
പുതിയ ഉടമ്പടി പറയുന്നത് ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സ്വവർഗരതി ഒരു അവമാന രാഗമാണെന്ന്, അതൊരു നാണംകെട്ട പ്രവൃത്തിയാണെന്ന്, അത് സ്വാഭാവികമായിട്ടുള്ള ബന്ധങ്ങളെ അതിൽ നിന്ന് വിട്ടുതിരിഞ്ഞ് മറ്റൊരു വഴിക്ക് പോകുന്നതാണ്, അതൊരു തെറ്റായിട്ടുള്ളൊരു മാർഗമാണ്, ധാർമ്മികമായ ലൈംഗികപരമായിട്ടുള്ള അധാർമികതയാണ്, അതൊരു പെർവേർഷൻ എന്നാണ് ബൈബിൾ പറയുന്നത്. സ്വവർഗരതി അതിൻ്റേതായിട്ടുള്ള പെനാൽറ്റി കൊണ്ടിരുന്നു, പ്രത്യാഘാതവും കൊണ്ടിരുന്നു. അത് സത്യ ഉപദേശത്തിന് വിപരീതമാണ്. അതിനെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാത്തവർ, അങ്ങനെയുള്ളവരുടെ പാപങ്ങളുടെ ലിസ്റ്റിൽ സ്വവർഗരതിയെ ഉൾപ്പെടുത്തുന്നു. പലരും ഇപ്രകാരമുള്ള വേദഭാഗങ്ങളെ ഡൗൺ പ്ലേ ചെയ്യാൻ ശ്രമിക്കും. അതായത് കുഴപ്പമൊന്നുമില്ല, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, ദൈവം സ്നേഹമാണ്, അതുകൊണ്ട് സ്വവർഗരീതിയിലുള്ളവരെയും ദൈവം സ്നേഹിക്കുന്നു, ഒരു കുഴപ്പമില്ല, ഇങ്ങനെയുള്ളവരും സ്വർഗത്തിൽ പോകും എന്നും പറഞ്ഞ് അനേകർ ഈ വാക്യങ്ങളെ ഡൗൺ പ്ലേ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ബൈബിൾ വളരെ ക്ലിയറായിട്ട് പറയുന്നു, ഹോമോസെക്ഷുവാലിറ്റി, സ്വവർഗരീതി ദൈവത്തിനെതിരെയുള്ളൊരു പാപമാണ്. ദൈവം ചില കാര്യങ്ങൾ ഇപ്രകാരമാണ് ചെയ്യേണ്ടത്, ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഫൈനൽ അതോറിറ്റി ആകുവാൻ, അല്ലെങ്കിൽ മനുഷ്യനാണ് അന്തിമമായിട്ടുള്ള ചില സ്റ്റാൻഡേർഡ്സ് പറയുവാൻ എന്ന ഒരു നിലപാടിലേക്ക് ഉയരും. ഇപ്പോൾ തന്നെ ഞാൻ പറയുന്നു, ചില രാജ്യങ്ങളിൽ ഈ ഗേ മാരേജസ് ഒക്കെ ക്രിസ്തീയ ചർച്ചുകളെന്ന് പറയുന്നിടത്ത് തന്നെ ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ഹോമോസെക്ഷുവാലിറ്റി, സ്വവർഗരതി പാപമൊന്നുമല്ല എന്നും പറഞ്ഞ് അതിനെ ലീഗലൈസ് ചെയ്യവരെ ചെയ്തു. റോമർ 1-ാം അധ്യായം തന്നെ പറയുന്നുണ്ട്, ഒരു സമൂഹം വിഗ്രഹാരാധനയുടെ പുറകിൽ പോയി ദൈവം തെറ്റ് എന്ന് പറയുന്ന സുഖങ്ങളുടെ ആ പാപങ്ങളുടെ എല്ലാം പുറകിൽ പോയി അങ്ങനെ പോകുന്ന ഒരു വഴി, അതായത് ദൈവത്തെ അനുസരിക്കുന്നതിന് പകരം ഇപ്രകാരമുള്ള ഒരു വഴിയിൽ പോകുന്ന ഒരു സമൂഹത്തെപ്പറ്റി റോമർ 1 വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു ഡൗൺവേർഡ് സ്പൈറൽ, ഈ ഒരു അധപതനം തുടങ്ങുന്നത് തന്നെ സൃഷ്ടിപ്പിൻ്റെ മേൽ പരമമായിട്ടുള്ള അധികാരം ദൈവമാണെന്നുള്ളതിനെ തള്ളിക്കളയുമ്പോഴാണ്. എന്താണ് സോദോമിനും ഗൊമോറയ്ക്കും സംഭവിച്ചത്? ആ സമൂഹം കറപ്റ്റായിപ്പോയി. പുരുഷന്മാർക്ക് പുരുഷന്മാരുമായിട്ട് ലൈംഗിക ബന്ധം വേണം, അപ്രകാരമുള്ളൊരു അധപതനം നമ്മൾ കാണുന്നത്. ദൈവം സോദോമിനെയും ഗൊമോറയും തീ കൊണ്ടും ബ്രിംസ്റ്റോൺ കൊണ്ടും നശിപ്പിക്കുന്നു. ഒരു സമൂഹം ദൈവത്തിൻ്റെ വാഴ്ചയെ അവരുടെ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയുമ്പോൾ ബൈബിൾ പറയുന്നത് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു. എന്നിട്ടാണ് റോമർ 1:26-27 പറയുന്നത്, അതുകൊണ്ട് ദൈവം അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. അവിടെ കാണുന്നത് ദൈവം അവരെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ, ദൈവത്തിനെതിരെ നമ്മൾ ഒരു നിലപാടെടുത്ത് തുടങ്ങുമ്പോൾ, നമ്മൾ എന്ത് പെർവേർഷൻ, എന്ത് മോശമായിട്ടുള്ള വഴിയാണോ നമ്മൾ ആഗ്രഹിച്ചത് ആ ഒരു വഴിക്ക് പോകുവാൻ തന്നെ ദൈവം അനുവദിക്കും. അത് തന്നെ ഒരു ദൈവിക ന്യായവിധിയാണ്. സ്വവർഗരതി സ്വഭാവം എന്ന് പറയുന്നത് തന്നെ ദൈവത്തെ അവഗണിക്കുകയും നാം നമ്മുടെ സത്യം എന്നും പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്ന പലതിൻ്റെയും റിസൾട്ടായിട്ടുള്ളതാണ് അപ്രകാരമുള്ള അധാർമികത. നമ്മൾ ദൈവത്തിൻ്റെ ക്ലിയറായിട്ടുള്ള ഇൻസ്ട്രക്ഷനെ ധിക്കരിക്കുമ്പോൾ, അവഗണിക്കുമ്പോൾ നാം അതിൻ്റെ ഡ്യൂ പെനാൽറ്റി, അതിൻ്റെ പ്രത്യാഘാതം നമ്മുടെ അനുസരണക്കേട് നിമിത്തം നാം അനുഭവിക്കും. അതാണ് 2 തെസ്സലോനിക്കർ 1:8-9 വെളിപ്പാട് 21:8 ഒക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ ദൈവം എന്താണ് സ്വവർഗരതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് പറയുന്നത്? പ്രത്യാശയുണ്ട്, ഗുഡ് ന്യൂസ് ഉണ്ട്. ഗുഡ് ന്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ, ഹോമോസെക്ഷുവാലിറ്റി, സ്വവർഗരതി ദൈവത്തിന് ക്ഷമിക്കുവാൻ പറ്റാത്ത ഒരു പാപമല്ല, അത് ക്ഷമിക്കുവാൻ പറ്റുന്ന ഒരു പാപം തന്നെയാണ്. അത്യാഗ്രഹവും മോഷണവും കൊലയും അതിനെയൊക്കെ ദൈവം ക്ഷമിക്കുന്നത് പോലെ തന്നെ ദൈവം സ്വവർഗരതിയെ, അങ്ങനെയുള്ളൊരു വ്യക്തിയെയും ദൈവം ക്ഷമിക്കും. എപ്പോഴാണ്? അങ്ങനെയുള്ളൊരു വ്യക്തി മാനസാന്തരപ്പെട്ട് ആ പാപത്തിൽ നിന്ന് തിരിഞ്ഞ് അതിനെ ഉപേക്ഷിച്ച് യേശുവിലേക്ക് തിരിയുമ്പോൾ ദൈവം അങ്ങനെയുള്ളൊരു വ്യക്തിയെ ക്ഷമിക്കും. നമുക്ക് 500 രൂപയുടെ ഒരു നോട്ട് നമ്മൾ ഉദാഹരണമായിട്ട് എടുത്താൽ, അത് ബാങ്കിൽ നിന്നൊരു പുത്തനായിട്ടുള്ള ഒരു നോട്ടായിട്ട് ലഭിക്കുമ്പോൾ അതിന് എത്രയാണ് വില? 500 രൂപയുടെ ആ വില തന്നെയുണ്ട്. ഇനിയിപ്പം നിങ്ങളത് കൈക്കകത്ത് ചുരുട്ടി അതിനെ ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ ഒന്ന് തുറന്ന് നോക്കിയാൽ അതിനെത്രയാണ് വില? ഒട്ടും കുറഞ്ഞിട്ടില്ല, 500 രൂപയുടെ വില തന്നെയുണ്ട്. എന്നതുപോലെ തന്നെയാണ് നമ്മളും. നമ്മെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. പാപം നിമിത്തം നമ്മളും ക്രഷ്ഡും ക്രംബിൾഡും ഒക്കെയും ആയിപ്പോയി കാണും. പക്ഷെ ദൈവം നമ്മളെ നോക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ വിലയുണ്ട്. നമ്മൾ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ ദൈവം നമുക്ക് പുതിയ ഐഡൻറ്റിറ്റീസ്, പുതിയ വ്യക്തിത്വങ്ങളെ നൽകുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. 1 പത്രോസ് 1:14, കൊളോസ്യർ 2:13, 2 കൊരിന്ത്യർ 5:17 തന്നെ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് നീങ്ങി മാറിപ്പോയി, പുതിയതിതാ വന്നു കഴിഞ്ഞു.
ആ പഴയത് എന്ന് പറയുന്നതിൽ ഉൾപ്പെടും നമ്മളെ ബന്ധിച്ചിട്ടിരുന്ന മുമ്പിലത്തെ എന്തെല്ലാമായിരുന്നോ പാപവും പാപ സ്വഭാവങ്ങളും അതെല്ലാം പഴയതിൽ ഉൾപ്പെടും. അതെല്ലാം നീങ്ങി മാറിപ്പോയി എന്നാണ് ബൈബിൾ പറയുന്നത്. റോമർ 12:2 അതുകൊണ്ടാണ് പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ, അതായത് ഈ ലോകത്തിൻ്റെ വഴികളുടെ പുറകെ പോകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഒരിക്കൽ നമ്മളെ നമ്മുടെ പാപം കൊണ്ടാണ് നമ്മളെ ഡിഫൈൻ ചെയ്തത്. പക്ഷേ നമ്മൾ വീണ്ടും ജനിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ, അതായത് യേശുവിൻ്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ, നമ്മളെ യേശുവും യേശുവിൻ്റെ നീതിയുടെ അടിസ്ഥാനത്തിലുമാണ് നമ്മളെ ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. ഒരു കള്ളൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവനെ കള്ളൻ എന്നുള്ള രീതിയിലല്ല അവനെ പിന്നെ ഡിഫൈൻ ചെയ്യുന്നത്. അവനെ ക്രിസ്തു ശുദ്ധീകരിച്ചു. അവൻ്റെ മുമ്പിലത്തെ വഴികളിൽ നിന്ന് അവനെ ശുദ്ധീകരിച്ചു. അവൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. ഒരു കൊലപാതകയായിരുന്ന ശൗല് യേശുവിൻ്റെ ശിഷ്യരെ കണ്ടുപിടിച്ച് അവരെ ഉപദ്രവിക്കുകയും അവരെ കൊല്ലുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ യേശു അവനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ, തൻ്റെ സ്നേഹത്താൽ യേശു ശൗലിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ, അപ്പോസ്തലനെ പൗലോസിനെ, അതായത് ആ വ്യക്തിയാണല്ലോ പൗലോസായി മാറിയത്, ആ പൗലോസിനെ ദൈവം ക്ഷമിക്കുകയും, അല്ലെങ്കിൽ ആ ശൗലിനെ ദൈവം ക്ഷമിക്കുകയും ക്രിസ്തുവിൻ്റെ ആ ഇമേജിനോട്, സാദൃശ്യത്തോട് അനുരൂപമാക്കുകയായിരുന്നു. അതാണ് ഗലാത്യർ 1:13, 1 കൊരിന്ത്യർ 15:9, റോമർ 8:29 നമ്മൾ കാണുന്നു. ആൻഡ് സ്വവർഗരതിയുടെ സ്വഭാവത്തിൽ ആ ട്രാപ്പിലായി കിടക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്വാതന്ത്ര്യത്തോടുകൂടി ക്രിസ്തു തരുന്ന ആ സ്വാതന്ത്ര്യത്തിലും വിശുദ്ധിയിലും നടക്കുവാൻ സാധിക്കും. എപ്പോഴാണ് ദൈവം എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നതെന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെയുള്ളൊരു വ്യക്തി എഗ്രിമെൻറ്റിലേക്ക് വരണം. എന്നിട്ട് ക്രിസ്തുവിൻ്റെ ശക്തി ക്ഷമിക്കുവാനും ആ വ്യക്തിയെ തിരിച്ച് ദൈവിക പദ്ധതിയിലേക്ക് കൊണ്ടുവരുവാൻ യേശുവിന് കഴിയും എന്ന് വിശ്വസിച്ച് അങ്ങനെ ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ ദൈവം അങ്ങനെയുള്ളൊരു വ്യക്തിയെ രക്ഷിക്കും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, 1 കൊരിന്ത്യർ 6:9-10 വ്യക്തമായി പറയുന്നു, ഹോമോസെക്ഷൽസ് അല്ലെങ്കിൽ സ്വവർഗരതി ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. ആ ഒരു സമയങ്ങളിൽ മെനി കൾച്ചേഴ്സിൽ, അതായത് മിക്കവാറുമുള്ള പല കൾച്ചേഴ്സിലും സ്വവർഗരതി എന്ന് പറയുന്നത് കോമണായി കണ്ട ഒരു ദുർസ്വഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 1 കൊരിന്ത്യർ 6:11 അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഇങ്ങനെയുള്ളവരായിരുന്നല്ലോ നിങ്ങളിൽ ചിലർ എന്ന്, പക്ഷേ നിങ്ങളെ ഇപ്പോൾ ശുദ്ധീകരിച്ചു, നിങ്ങളെ ഇപ്പോൾ യേശു കർത്താവ് കഴുകി ശുദ്ധീകരിച്ചു, യേശുവിനാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലും നിങ്ങളെ നീതീകരിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ആ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, കോരിന്ത് സഭയിൽ ഉണ്ടായിരുന്ന ആ വിശുദ്ധരിലെ ചിലർ മുൻപ്, അതായത് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവരും സ്വവർഗരതി ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നു. ഗോഡ്സ് കിങ്ഡം ഈസ് പോപ്പുലേറ്റഡ് ബൈ സേവ്ഡ് സിന്നേഴ്സ്. ദൈവരാജ്യത്തിലേക്ക് വരുന്നവർ നേരത്തെ പാപികളായിരുന്നു, പക്ഷേ യേശുവിൻ്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ശേഷം അവർ വിശുദ്ധ ജീവിതം ജീവിക്കുന്നവരാണ്. ആരും അവരുടെ പേഴ്സണൽ മെറിറ്റിൻ്റെ ഗുണം കൊണ്ട് ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. നമ്മളെല്ലാവരും ആ വഴി തന്നെ വന്നവരാണ്. നമ്മൾ മാനസാന്തരപ്പെട്ട് നമ്മൾ നമ്മുടെ ആ പാപങ്ങളെ വിട്ട് ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ ആ നീതി നമ്മൾ സ്വീകരിക്കുമ്പോൾ ക്രിസ്തു നമ്മളെ രക്ഷിക്കുകയാണ്. പുതിയ ഉടമ്പടി, ദ ന്യൂ ടെസ്റ്റമെൻറ്റ്, ഈ ഒരു സെക്ഷുവൽ പെർവേർഷൻ, ലൈംഗികപരമായിട്ടുള്ള പാപത്തിൽ കിടക്കുന്ന ഏതൊരു വ്യക്തിക്കും ഗുഡ് ന്യൂസാണ് നൽകി തരുന്നത്, വലിയ പ്രത്യാശയാണ് നൽകി തരുന്നത്. യേശുവിന് അങ്ങനെയുള്ളവരുടെ സിൻഫുൾ ലൈഫ് സ്റ്റൈൽ, പാപ സ്വഭാവങ്ങളെ മാറ്റി ദൈവത്തിൻ്റെ നീതിയും ദൈവിക വഴി പ്രകാരം വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കൂടുതൽ അങ്ങനെയുള്ളവർ ക്രിസ്തുവിനെ പോലെ ആകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ ഇപ്രകാരം ഹോമോസെക്ഷുവൽസ് ആയിട്ടുള്ളവർ അല്ലെ സ്വവർഗരതി ബന്ധത്തിൽ ഏർപ്പെടുന്നവരോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? സ്പീക്ക് ദ ട്രൂത്ത് ഇൻ ലവ്. സ്നേഹത്തിൽ നിന്നുകൊണ്ട് സത്യം നിങ്ങൾ അവരോട് പറയണം. ഒരു വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ തന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ അത് ഉറപ്പായിട്ടും ആ വ്യക്തിയോട് പറയത്തില്ലയോ? പറയും. കാരണം ആ വ്യക്തിയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണ് ആ ഒരു സത്യം സ്ട്രെയിറ്റ് ആയിട്ട് ഓൺ ദ ഫേസ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളും സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ളവരോട് സത്യം പറയണം. അവർ പോകുന്ന വഴി തെറ്റാണ് എന്ന് അവരോട് സ്നേഹത്തിൽ പറയണം. നമ്മളും ഇപ്പോൾ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരോട് കമ്പാഷൻ കാണിക്കണം, സഹതാപം കാണിക്കണം, സ്നേഹവും കാണിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഷെയർ ദ ഗുഡ് ന്യൂസ് ഇൻ ലവ് ആൻഡ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ, ലവ് ദ സിന്നർ ബട്ട് ഹെയ്റ്റ് ദെയർ സിൻ. പാപിയെ സ്നേഹിക്കാം, പക്ഷേ അവരുടെ പാപത്തെ നാം വെറുക്കണം. ആമേൻ. ഈ ഒരു സന്ദേശം ഇതും കൊണ്ട് ഹെൽപ്ഫുൾ ആകാവുന്ന ആരെല്ലാമാണോ നിങ്ങളുടെ മനസ്സിൽ ദൈവം തോന്നിക്കുന്നത് അവരിലേക്കും കൂടെ നിങ്ങളിത് ഷെയർ ചെയ്ത് വിടുക. ആൻഡ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനും കൂടെ നിങ്ങൾ എനേബിൾ ചെയ്യുക. പിന്നെ യൂട്യൂബിലെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്ത് വെച്ചേക്കുക. ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സന്ദേശങ്ങളുടെ ലിങ്കുകൾ ടെലഗ്രാം ചാനൽ വഴിയും കൂടെ ഷെയർ ചെയ്യുന്നതാണ്. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.
നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.